لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وهو الذي يرسل الرياح بشرا بين يدي رحمته حتى إذا أقلت سحابا ثقالا سقناه لبلد ميت فأنزلنا به الماء فأخرجنا به كل الثمرات كذلك نخرج الموتى لعلكم تذكرون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കാരുണ്യവാനായ അള്ളാഹു അവന്റെ നിയമങ്ങൾ പാലിച്ചു ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, സ്വർഗാവകാശികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയുമാണ്. വിശ്വാസികളെ, മനുഷ്യരായ നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായി ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാനും ധാരാളം കാഴ്ചകളും ദൃഷ്ടാന്തങ്ങളും നമുക്ക് ചുറ്റും ദിനേന നമ്മൾ കാണുകയും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ ദുരന്തങ്ങളെക്കുറിച്ചുള്ള വാർത്തകള്, കൊടുങ്കാറ്റ് കൊണ്ടുണ്ടായ നഷ്ടങ്ങള്, പ്രതീക്ഷിക്കാത്ത മാരകമായ രോഗങ്ങൾക്ക് വിധേയമായ രോഗികളെ കുറിച്ചുള്ള വാർത്തകള്, അപ്രതീക്ഷിതമായ മരണങ്ങള്, ആക്സിഡന്റുകള്, ഇതേപോലെയുള്ള ഒട്ടനവധി വാർത്തകൾ ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾക്ക് വേദനയും അതിൻ്റെ അപ്പുറത്ത് നമ്മൾ നമ്മെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിച്ച് നമ്മുടെ ജീവിതം ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്ന ചില ദൃഷ്ടാന്തങ്ങളാണ് ഇവയെല്ലാം. ഒരു വേള ഇതിനെ സംബന്ധിച്ചൊക്കെ ധാരാളം സമയമെടുത്ത് അത്ഭുതത്തോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യുന്നത്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഏറ്റവും ഗൗരവത്തോടുകൂടി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് തിമർത്തു പെയ്യുകയും
അതോടൊപ്പം തന്നെ അതിന്റെ ദുരന്തങ്ങളും കെടുതികളും ഒക്കെ നാടുകളിൽ വാർത്തയായി നമ്മൾ കേൾക്കുകയും ചെയ്യുന്ന മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ പലതും അനാവശ്യമായതും അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകുന്നതുമായ ചർച്ചകളാണ് മിക്കവാറും. എന്താണ് ഇത്തരം ചർച്ചകളിലൊക്കെ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ നമ്മൾ കാണുന്നത്. എന്നാൽ വിശ്വാസികളെ മഴയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനവധി സന്ദേശങ്ങള് വിശുദ്ധ ഖുർആനും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വേള ഞാനും നിങ്ങളുമൊക്കെ ആലോചിക്കുക, നമ്മുടെ ആയുസ്സില് എത്ര മഴക്കാലങ്ങളാണ് കഴിഞ്ഞു പോയത്. പക്ഷേ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ച ഒരുപാട് സന്ദേശങ്ങൾ ഈ മഴയിലൂടെ നമുക്ക് ലഭിക്കാനുണ്ട് എന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യത്തെക്കുറിച്ചോ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. വിശുദ്ധ ഖുർആനിൽ 8 പേരുകൾ നമുക്ക് മഴയെക്കുറിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. 8 നാമങ്ങൾ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ പേരുകളൊക്കെ വന്ന ആയത്തുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് ഗുണപാഠങ്ങൾ അതിൽ നിന്ന് നമുക്ക് കിട്ടാനുമുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആൻ മാ എന്നാണ് ഉപയോഗിച്ചത്. മത്വർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, സ്വയ്യിബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, വൈസ്, റഹ്മത്ത്, വാബില്, തൊല്ല്, വദ്ഖ്, ഇങ്ങനെ 8 നാമങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ മഴയ്ക്ക് വേണ്ടി അള്ളാഹു ഉപയോഗിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവയെല്ലാം ഓരോ പ്രത്യേകമായ സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്ന് ഖുർആനിന്റെ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി ബോധ്യമാകുന്ന സംഗതിയാണ്. അതിൽ ഏതാനും ചില കാര്യങ്ങള് വളരെ വേഗത്തിലെ ആയത്തുകളൊന്നും ധാരാളമായി ഉദ്ധരിക്കാതെ കേവലം ഉദാഹരണത്തിന് മാത്രം ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. മഴ പെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിന്തകൾ. ഒന്ന്, വിശ്വാസികളെ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുവാനും അവന് നന്ദി കാണിക്കുവാനും അവനെ ആരാധിക്കുവാനും പ്രചോദനം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഖുർആൻ മഴയെ പരിചയപ്പെടുത്തി തരുന്നത്. വിശുദ്ധ ഖുർആനിലെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സൂറത്ത് ബഖറയിലെ 21-22 ആയത്ത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങളെ ആരാധിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നത് ആരാണ് രക്ഷിതാവ്? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞ് ആ അള്ളാഹുവിന്റെ പ്രത്യേകതയായി അള്ളാഹു എടുത്തു പറയുന്നത് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്ന അവനാണ് ഈ ഭൂമിയെ ഒരു വിരിപ്പായി സംവിധാനിച്ചത്, അവനാണ് ഒരു മേൽക്കൂരയായി ആകാശത്തെ സംവിധാനിച്ചത്, അവനാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുകയും അത് മുഖേന ചെടികളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തത്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, അതുകൊണ്ട് ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അള്ളാഹുവിൽ സമന്മാരെ ഉണ്ടാക്കരുത്. അവ ഏകനായ സത്താവിനെ ആരാധിക്കണമെന്നും അള്ളാഹുവിന് നന്ദി കാണിക്കണമെന്നും ഓർമ്മപ്പെടുത്താൻ അള്ളാഹു ഒരു ദൃഷ്ടാന്തമായി തെളിവായി ഉദ്ധരിച്ച ഒന്നാണ് നമുക്ക് മഴ എന്ന് പ്രിയപ്പെട്ടവരെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏകനായ സത്താവിനെ ആരാധിക്കാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായി അള്ളാഹു എടുത്തു പറയുന്ന ഒന്നാണ് മഴ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ മഹത്വം അറിയുവാനും അള്ളാഹു സൃഷ്ടിക്കുന്ന സൃഷ്ടികളുടെ വൈഭവത്തെ കുറിച്ച് ഓർക്കുവാനും പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. വഅൻസൽനാ മിനസ് സമാഇ മാഅ, അവനാണ് ആകാശത്തു നിന്ന് വെള്ളത്തെ ഇറക്കിയത്. ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്, എന്നിട്ട് മാന്യമായ വിശിഷ്ടമായ എല്ലാ ഇണകളെയും നാം അതിൽ നിന്ന് മുളപ്പിക്കുകയും ചെയ്തു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്.
ആകാശത്തുനിന്ന് മഴയിറക്കി വ്യത്യസ്തമായ വസ്തുക്കളെ അള്ളാഹു സൃഷ്ടിക്കുന്നു എന്നും ആ സൃഷ്ടിപ്പിലൂടെ അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ പറ്റുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായത്തിലും അതേപോലെ തന്നെ 6-ാം അധ്യായം 99-ാമത്തെ ആയത്തിലും 80-ാം അധ്യായം 24 മുതൽ 32 വരെയുള്ള ആയത്തിലും അതോടൊപ്പം തന്നെ 31-ാം അധ്യായം 10-ാമത്തെ ആയത്തിലുമൊക്കെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് എല്ലാത്തിന്റെയും മുളകളെ മുളപ്പിക്കുകയും ആ പച്ചപിടിച്ച ചെടികളെ അള്ളാഹു വളർത്തുകയും ആ ചെടിയിൽ നിന്ന് തിങ്ങി നിറയുന്ന ധാന്യങ്ങളെ സംവിധാനിക്കുകയും അതിന്റെ പുറത്തെ ഈത്തപ്പനകളും മുന്തിരികളും ഒലീവും മാതളവും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് കേവലം ചില ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ആകാശത്തു നിന്ന് മഴയിറക്കി അതിലൂടെ അള്ളാഹു വ്യത്യസ്തമായ വസ്തുക്കളെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ തിരിച്ചറിയാനുള്ള ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു മഴയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മൂന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവ് ശാശ്വതമല്ല. എനിക്കും നിങ്ങൾക്കും കുറഞ്ഞ ആയുസ് മാത്രമാണ് അള്ളാഹു ഈ ദുനിയാവിൽ സംവിധാനിച്ചിട്ടുള്ളത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹു മഴയെ ഉദാഹരണമായി പറഞ്ഞ് അതിലൂടെ അള്ളാഹു ചെടികളെ മുളപ്പിക്കുന്നതുമായി ബന്ധപ്പെടുത്തി എന്നിട്ട് ആ ചെടികളെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി അള്ളാഹു പറയുന്നത്, നിങ്ങളും ഈ ദുനിയാവിൽ ശാശ്വതരല്ല, കുറഞ്ഞ കാല ജീവിതങ്ങൾ അനുഭവിച്ച് ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ പോവേണ്ടവരാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്ത് ദുനിയാവെന്ന് പറയുന്നത് ലൈബുൻ വലഹുൻ, അത് കളിയും വിനോദവുമാണ്, അതേപോലെ തന്നെ അലങ്കാരമാണ്, പരസ്പരം പെരുമ നടിക്കലാണ്. എന്നിട്ട് അല്ലാഹു മഴയെ ഉദാഹരണമായി പറഞ്ഞുകൊണ്ടാണ് ചെടികളുടെ കഥ അള്ളാഹു പറയുന്നത്. ചെടികളെ മുളപ്പിച്ച് അതിന് പിന്നീട് മഞ്ഞവർണ്ണമുണ്ടാക്കി പിന്നീട് അതിനെ നശിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതവും അവസാനിക്കുന്നതാണ് എന്ന് 57-ാം അധ്യായം 20-ാമത്തെ ആയത്തിലും അതേപോലെ തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം 24-ാമത്തെ ആയത്തിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഐശ്വര്യം എങ്ങൊന്നും നിലനിൽക്കുന്നതല്ല. ആരോഗ്യം അത് നശിച്ച് രോഗമുണ്ടാവാം. യുവത്വം നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിലേക്ക് നമ്മൾ കടന്നു വരാം. സമ്പന്നത നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലേക്ക് വരാം. ചുളിയാത്ത തൊലി ചുളിയുന്ന ശരീരത്തിലേക്ക് മാറാം. നിരക്കാത്ത മുടി നരച്ച മുടിയിലേക്ക് മാറാം. ശക്തിയോടുകൂടിയുള്ള ആരോഗ്യമുണ്ടല്ലോ, അത് നശിച്ച് ദുർബലയിലേക്ക് നമ്മൾ കടന്നു വരാം. ഇതാണ് മഴ പെയ്ത് ചെടികളെ മുളപ്പിച്ച് അള്ളാഹു ആ ചെടിയുടെ ഉദാഹരണം വെച്ചുകൊണ്ട് നിങ്ങളും നശിക്കുന്നതാണ്, നിങ്ങൾ മരണത്തിന് കീഴടങ്ങുന്നതാണ്, നിങ്ങളും മരിച്ചു പോവേണ്ടവരാണ് എന്ന് ഒരുപാട് ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, മറ്റൊരു കാര്യം അള്ളാഹു എടുത്തു പറയുന്നത്, നിങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. നാളെ വരാനിരിക്കുന്ന പരലോകത്ത് രക്ഷ കിട്ടാനുള്ള ഒരുപാട് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരാണ്. എങ്കിൽ ചെയ്ത കർമ്മങ്ങളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത് എന്ന് അള്ളാഹു ഉദാഹരണം പറയുമ്പോൾ അവിടെ വാബിലുൻ എന്നാണ് മഴയെ കുറിച്ച് അള്ളാഹു പറയുന്നത്. 2-ാം അധ്യായം 264-ാമത്തെ ആയത്തിൽ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വതക്കകളെ എടുത്തു പറഞ്ഞുകൊണ്ടും ആളുകളെ ദ്രോഹിച്ചുകൊണ്ടും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ഉദാഹരണം പറയുന്നത് കമസലിം സഫ്വാനിൻ അലൈഹി തുറാബുൻ ഫസാബഹു വാബിലുൻ ഫതറകഹു സൽദ. ഒരു മിനുസമുള്ള പാറയിൽ അല്പം മണ്ണുണ്ട്, ആ മണ്ണിന്റെ മുകളിലേക്ക് ശക്തമായ മഴ പെയ്യുകയാണ്. ആ ശക്തമായ മഴ പെയ്യുമ്പോൾ ആ മിനുസമുള്ള പാറയിൽ ഒരേ തരി മണ്ണ് പോലും ബാക്കിയാക്കാത്ത വിധം നിങ്ങളുടെ കർമ്മങ്ങളെ ആളുകളെ ഉപദ്രവിക്കുന്നതിലൂടെ, ആളുകൾക്ക് ചെയ്തു കൊടുത്ത ഉപകാരം എടുത്തു പറയുന്നതിലൂടെ നഷ്ടപ്പെടുത്തുമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുമ്പോൾ അവിടെ മഴയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടിയാണ് ഈ കാര്യത്തെയും നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഓരോ കർമ്മങ്ങളും അത് നാളെ പരലോകത്ത് നമുക്ക് രക്ഷ കിട്ടുന്ന, സ്വർഗത്തിലേക്ക് നമ്മെ പറഞ്ഞയക്കുന്ന, നരകത്ത് നമ്മെ മോചിപ്പിക്കുന്ന കാര്യമായി മാറണമെന്ന് മഴയുടെ പേരെടുത്തു കുറഞ്ഞുകൊണ്ടും ആ മഴയെ ഉദാഹരണമായി പറഞ്ഞുകൊണ്ടും അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. 5-ാമതായി പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ചെറുതാണെങ്കിലും ഉപകാരപ്രദമാണ് എന്നാണ് നേരത്തെ പറഞ്ഞ തൊട്ടടുത്ത ആയത്തിൽ തന്നെ സൂറത്ത് ബഖറയിലെ 265-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്.
അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു ഉദാഹരണം പറയുമ്പോൾ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. കമസലി ജന്നത്തിൻ, ഒരു തോട്ടത്തെ പോലെ, വിറബുവത്തിന് മേടു പ്രദേശത്തുള്ള ഒരു തോട്ടത്തെ പോലെയാണ്. അസ്വാബഹാ വാബിലും, അതിന് കനത്ത മഴ കിട്ടി. അങ്ങനെയാകുമ്പോൾ അത് ധാരാളമായി വിഭവങ്ങള്, ധാരാളമായി ഫലങ്ങള് ആ മഴ കൊണ്ട് അവൻ ആ തോട്ടം നൽകുന്നു. എന്നാൽ പൈലം യുസിബ്ഹാ വാബിലുൻ, അതിന് ശക്തമായ മഴ കിട്ടിയില്ലെങ്കിലും ഒരു നേരിയ മഴയാണ് അതിന് കിട്ടിയതെങ്കിലും, ആ നേരിയ മഴ കിട്ടിയതാണെങ്കിലും അത് അതിന്റെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. ഇതേപോലെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ കൂലി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ചെലവഴിക്കുന്നുവെങ്കിൽ അത് ചെറുതാണെങ്കിലും അതിന് നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് ചെറിയ മഴയുടെ ഉദാഹരണം എടുത്തു പറഞ്ഞ് അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ, നിങ്ങൾ അള്ളാഹു മഴയെ കുറിച്ച് പറയുമ്പോൾ റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം എന്നാണ് എടുത്തു പറയുന്നത്. അള്ളാഹു പറയുകയാണ്, അവനാണ് അയക്കുന്നവൻ. എന്തിന് അയക്കുന്നവന്? സന്തോഷ വാർത്തയുമായി കാറ്റിനെ അയക്കുന്നവന്. ബൈന യദൈ റഹ്മതിഹി, അവന്റെ കാരുണ്യത്തിന്റെ മുമ്പായി. പ്രിയപ്പെട്ടവരെ, കാരുണ്യം എന്ന് പറഞ്ഞാൽ മഴയാണ് എന്ന് നമുക്ക് ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി ബോധ്യമാകുന്നതാണ്. അള്ളാഹുവിന്റെ റഹ്മത്താണ് പ്രിയപ്പെട്ടവരെ കാരുണ്യം, ഈ മഴ എന്ന് പറയുന്നത്. മാത്രമല്ല, വെള്ളം എല്ലാത്തിന്റെയും നിലനിൽപ്പിന് ആവശ്യമായതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഏതൊരു മേഖല നമ്മൾ പരിശോധിച്ചാലും അവിടെയെല്ലാം നമുക്ക് വെള്ളം അനിവാര്യമായും ഉണ്ടാവേണ്ടതുണ്ട്. നിർജ്ജലീകരണം തീർച്ചയായും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ചെടികളെ സംബന്ധിച്ചിടത്തോളം, മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അതിന്റെ നാശത്തിലേക്ക് അതിനെ എത്തിക്കുമെന്ന് ആർക്കും വിശദീകരിച്ചു പറഞ്ഞു തരേണ്ടതില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം കുടിക്കാനും കുളിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും അതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും കൃഷികൾക്കുമെല്ലാം വെള്ളം അനിവാര്യമാണ്. അഥവാ നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത ഒന്നായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആനും അതിനെ പരിചയപ്പെടുത്തുന്നത്. 8-ാം അധ്യായം 11-ാമത്തെ ആയത്തിലും അതേപോലെ തന്നെ 15-ാം അധ്യായത്തിലെ 22-ാമത്തെ ആയത്തിലും 23-ാം അധ്യായത്തിലെ 18-ാമത്തെ ആയത്തിലും 39-ാം അധ്യായത്തിലെ 21-ാമത്തെ ആയത്തിലുമൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യം എന്ന നിലക്കാണ് അള്ളാഹു അതിനെ പരിചയപ്പെടുത്തുന്നത്. കാരുണ്യമായി കാണാൻ നമുക്ക് കഴിയണം. അതാണ് അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം എന്ന നിലയ്ക്ക് അതിനെ കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ നൽകുന്ന മറ്റൊരു സന്ദേശം? കപട വിശ്വാസം, നിഫാഖ്, അത് മനസ്സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തുമെന്ന് അള്ളാഹു മഴയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ബഖറയുടെ ആദ്യ ഭാഗത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. ഔ കസയ്യിബിൻ മിനസ് സമാഇ ഫീഹി ദുലുമാതുൻ വറഅദുൻ വബർഖുൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് ബഖറയിലെ 19-ാമത്തെയും 20-ാമത്തെയും ആയത്തിൽ അള്ളാഹു പറയുന്നത് കപട വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ശരിയായ വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധ്യമല്ല. അതിനല്ലാഹു ഉദാഹരണം പറയുന്നത് മഴയുടെ ഉദാഹരണമാണ്. നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് അള്ളാഹു വിശദീകരിച്ചത്? ആകാശത്തു നിന്ന് ശക്തമായ മഴ, അല്ലെ? രാത്രിയുടെ അന്ധകാരത്തിന് പുറമെ മഴക്കാറ് കൊണ്ടുള്ള ശക്തമായ അന്ധകാരമുണ്ട്, അല്ലെ? തപ്പി നടക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇതുപോലെ അതിനിടയിലായി ഇടിയും മിന്നലുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മിന്നലിന്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോവുകയും പിന്നീട് നിൽക്കുകയും ഭയം കൊണ്ട് ചെവി പൊത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ പോലെ ഇപ്രകാരമാണ് കപട വിശ്വാസികൾ എന്ന് ഉദാഹരണം പറഞ്ഞ് അള്ളാഹു പറയുന്നത്. ഒരിക്കലും മനസ്സമാധാനമോ സ്വസ്ഥതയോ അവർക്ക് അള്ളാഹു നൽകുകയില്ല. സംശയങ്ങളും ആശയക്കുഴപ്പവും ഒരു ഭാഗത്ത്, അതിന്റെ അപ്പുറത്ത് ഭീതിയും പരിഭ്രമവും വേറൊരു ഭാഗത്തും, അങ്ങനെ സമാധാനമില്ലാതെ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് വിശ്വാസം പൂർണ്ണമാവാത്ത, വിശ്വാസരംഗത്ത് പിഴവുള്ള
കപടവിശ്വാസികളെന്ന് അള്ളാഹു മഴയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തരാൻ. വിശ്വാസികളെ, അതുകൊണ്ട് വിശ്വാസം ശരിയായ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ പ്രേരണ നൽകുന്ന ഒന്നായിട്ടാണ് മഴയെ അള്ളാഹു ഉദാഹരണമായി പഠിപ്പിക്കുന്നത്. ഇനിയോ പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം, മരണശേഷം ഒരു ജീവിതമുണ്ട്. മരണശേഷം ഒരു ജീവിതമുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുന്ന ലോകത്തേക്ക് ഉയർത്തെഴുന്നേറ്റ് വരും. മഴയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് അതാണ് വിശ്വാസികളെ. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളുണ്ട്. സൂറത്ത് ഹജ്ജിലെ 5-6 ആയത്തുകളിൽ അള്ളാഹു മനുഷ്യരുടെ ഓരോ ഘട്ടവും വളരെ കൃത്യമായി വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. മാതാവിന്റെ ഗർഭപാത്രത്തിലുള്ള ഘട്ടം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ള ചില ഘട്ടങ്ങള്, അതിനുശേഷം മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, മഴ പെയ്ത് ഈ ഭൂമി അത് നനഞ്ഞ് അതുകൊണ്ട് മണ്ണുകൾ ഇളകി അത് തീർത്ത് അതിൽ നിന്ന് ചെടികൾ മുളക്കുന്നത് പോലെ മരണശേഷം നിങ്ങളെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. അല്ലാഹു വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ പറയുന്നുണ്ട്. സൂറത്ത് അഅറാഫിലെ 57-ാമത്തെ ആയത്തിലും ഇതേ കാര്യം തന്നെയാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. വദ്ഖ് എന്ന് വിശുദ്ധ ഖുർആനിൽ മഴയെ കുറിച്ച് പറഞ്ഞ് 30-ാം അധ്യായം 48 മുതൽ 50 വരെയുള്ള ആയത്തുകളിലും അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് ഇതേ കാര്യം തന്നെയാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട് എന്ന് മഴ പെയ്ത് പുല്ല് മുളച്ചു വരുന്നത് പോലെ നമ്മെ വീണ്ടും അല്ലാഹു കൊണ്ടുവരുമെന്ന് മഴയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ, മത്വർ എന്നാണ് വിശുദ്ധ ഖുർആൻ മഴയെ കുറിച്ച് പറഞ്ഞത്. ഇത് ഏകദേശം വിശുദ്ധ ഖുർആനിൽ 15 സ്ഥലങ്ങളിൽ ഈ വാക്ക് അല്ലാഹു അതിന്റെ വ്യത്യസ്തമായ രൂപത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ 14 സ്ഥലങ്ങളിലും അല്ലാഹു ഉപയോഗിച്ചത് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിച്ചവർക്ക് ശിക്ഷ നൽകിയതിനെ കുറിച്ചാണ് പറയുന്നത്. ശിക്ഷ നൽകിയതിനെ കുറിച്ച്. അതുകൊണ്ട് മഴ ഒരു ശിക്ഷയായി വന്നത് അല്ലാഹു വ്യത്യസ്തമായ ആയത്തുകളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 7-ാം അധ്യായം സൂറത്ത് അഅറാഫിലെ 84-ാമത്തെ ആയത്ത്, അതേപോലെ തന്നെ സൂറത്ത് ഹിജ്റിലെ 74-ാമത്തെ ആയത്ത്, സൂറത്ത് ഹൂദിലെ 82-ാമത്തെ ആയത്ത്, ശുഅറയിലെ 173-ാമത്തെ ആയത്ത്, സൂറത്ത് നംലിലെ 58-ാമത്തെ ആയത്ത്, സൂറത്ത് അൻഫാലിലെ 32-ാമത്തെ ആയത്ത്, സൂറത്ത് ഫുർഖാനിലെ 40-ാമത്തെ ആയത്ത് കേവലം ചില ഉദാഹരണങ്ങൾ ചേർത്ത് വെച്ചതാണ്. ഇങ്ങനെ അല്ലാഹു മഴ ശിക്ഷയായി നൽകിയത് അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, മഴ അതൊരു സഹായമാണ്. മഴ ഒരു സഹായമാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ബദറിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബികളും പോയപ്പോൾ അവർക്ക് ക്ഷീണവും പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിച്ചപ്പോ അല്ലാഹു അവർക്ക് മഴ കൊടുത്ത് അവർക്ക് ആ നിർഭയത്വവും അനുഗ്രഹവും ആശ്വാസവും നൽകിയത് സൂറത്ത് അൻഫാലിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ നിരാശയ്ക്കു ശേഷമുള്ള സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ മഴ, അല്ലെ? മെയ് മാസത്തിന്റെ അവസാനങ്ങളിൽ നമ്മളെല്ലാം വിയർത്ത് കുളിച്ച് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നാദാ മഴ പെയ്യിപ്പിക്കണേ, ചൂട് താങ്ങാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല, നിന്റെ കാരുണ്യത്തിന്റെ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിക്കണേ. നിരാശയോടുകൂടി, അതിന്റെ അപ്പുറത്ത് വേദനയോടുകൂടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും അല്ലാഹുവോട് പ്രാർത്ഥിച്ചത്. അല്ലാഹു ഈ ഭൂമിയിലേക്ക് മഴ ഇങ്ങനെ തന്നപ്പോ നമ്മുടെ മനസ്സുകൾ കുളിർത്തു. അതാണ് വിശുദ്ധ ഖുർആനിലെ 42-ാം അധ്യായം 22-ാമത്തെ ആയത്തിലും അല്ലാഹു എടുത്തു പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു മഴയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന നിലയ്ക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 10-11 കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതെല്ലാം ഓർത്തുകൊണ്ടാണ് ഈ മഴക്കാലത്ത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജീവിക്കേണ്ടത്. ഇത്തരം ചിന്തകളിൽ നിന്ന്, ആലോചനകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല വഴിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ ഏതൊരു ദൃഷ്ടാന്തത്തെക്കുറിച്ചും ചിന്തിച്ച് അല്ലാഹു പറഞ്ഞു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അമ്മാ ബഅദ്.
അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, തിമിർത്ത് പെയ്യുന്ന ഈ ഒരു മഴക്കാലത്ത് മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഏകദേശം 11ഓളം ദൃഷ്ടാന്തങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളുമാണ് സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കാൻ. അതിലൊന്ന്, നമ്മൾ നന്ദി കാണിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും നമ്മൾ നന്ദി കേട് കാണിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനം. ഒരിക്കലും നമ്മൾ മഴയെ ശമിക്കരുത്. പല ആളുകളും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, എന്തൊരു മഴയാണ്, നശിച്ചത് എന്ന് പോലെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ പ്രയോഗിക്കുന്നതായി കാണുന്നുണ്ട്. അല്ലാഹു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്, ഞാനാണു കാലം. അതുപോലെ കാലത്തെ അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നാം ഒരിക്കലും ഇതിനെ പഴിക്കുകയോ അല്ലെങ്കിൽ ശപിക്കുകയോ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അത് ഉപകാരപ്രദമായ രീതിയിൽ നൽകണേ എന്ന്. അല്ലാഹുമ്മ ശയ്യിബൻ നാഫിഅ എന്ന് മഴ നമ്മൾ കാണുമ്പോൾ, മഴയ്ക്ക് കഴിഞ്ഞാൽ മുതിർനാ ബി ഫളിലില്ലാഹി വ റഹ്മത്തിഹി, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും മഴ കിട്ടി എന്ന് പറയാം. ഇനി നമുക്ക് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അതാണ് ഏറ്റവും ചുരുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പഠിച്ചോനെ, ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് മഴയില്ലാത്ത ഭാഗത്തേക്ക് നീ മഴ കൊടുക്കണം, ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹുമ്മ അലൽ ആകാമി വൽറാബി വബുതൂനിൽ ഔദിയ വമനാബിതി ഷജർ എന്ന് തുടങ്ങിയ പ്രാർത്ഥന കൂടി അതിനോട് ചേർത്ത് പറഞ്ഞതായി നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഴയുടെ കാരണക്കാരനെ നമ്മൾ ഓർക്കുകയും നന്ദി കാണിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന നക്ഷത്രങ്ങളെ കൊണ്ട് മഴ കിട്ടി എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് മഴ കിട്ടി എന്ന് പറയുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനും കൊണ്ട് മഴ കിട്ടി എന്ന് പറയുന്നവരാണ് എന്നിൽ വിശ്വസിച്ചവർ. ഇന്ന നക്ഷത്രങ്ങൾ വഴി ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറയുന്നവർ എന്നിൽ അവിശ്വസിച്ചവനും നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുന്നവനുമാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 71ാമത്തെ ഹദീസിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങൾ തീർച്ചയായും ജാഹിലിയ കാലഘട്ടത്തിലുള്ള സമ്പ്രദായമാണ്, അതിന്റെ സമുദായത്തിലും നിലനിൽക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 934ാമത്തെ ഹദീസിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് കുലമഹിമ കൊണ്ട് അഭിമാനം നടിക്കുക, അതേപോലെ തന്നെ കുടുംബ ബന്ധത്തിന്റെ പേരിൽ ആക്ഷേപിക്കുക, നക്ഷത്രങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറയാം, മരിച്ചവരുടെ പേരിൽ അലമുറയിട്ട് കര. ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമ്പ്രദായമാണ്, അതിന്റെ സമുദായത്തിലേക്കും കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് നാം ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും മുൻകരുതൽ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്താണ്. വാഹനം ഓടിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ മഴ അത് ശക്തമായി പെയ്യുമ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി സാവകാശം ഓടിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ അരമണിക്കൂർ ഉണ്ടെങ്കിൽ, യാത്രയുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര തുടരണം. ഓവർ സ്പീഡ് ബ്രേക്ക് ചെയ്താൽ വാഹനം പിടിച്ചെടുത്ത് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും. അതുവഴി വലിയ അപകടങ്ങൾ ഉണ്ടാകും. മരണത്തിലേക്കും ശാശ്വതമായ അവശതയിലേക്കുമൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ രോഗങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളുണ്ട്. ആരോഗ്യ രക്ഷാപ്രവർത്തകരും അതേപോലെ തന്നെ അധികാരികളുമൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങളെ കൃത്യമായി പാലിക്കാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാവേണ്ടതുണ്ട്. കുട്ടികളോട് അവരുടെ രക്ഷിതാക്കളോടും പ്രത്യേകിച്ച് പറയണേ, അവധിയാണ്. ഓരോ ദിവസവും കലക്ടർ അവധി പ്രഖ്യാപിക്കുന്നുള്ളൂ എന്ന് നോക്കിയിരിക്കുന്നവരാണ് വിദ്യാർത്ഥികളെ. കിട്ടിയാൽ തുള്ളിച്ചാടി സന്തോഷിക്കുന്നവരാണ്. എന്നാൽ ഈ അവധികൾ നമ്മൾ ഒരിക്കലും അപകടത്തിലേക്ക് പോവാനുള്ള വഴി ആവരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ്. യാത്രകള്, അതേപോലെ തന്നെ ആവേശയാത്രകൾ, അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. വെള്ളത്തിൽ നീന്താനും വെള്ളത്തിൽ തുള്ളിച്ചാടി കളിക്കാനും അഭ്യാസം കാണിക്കാനും
മിക്കവാറും കുട്ടികൾ ശ്രമിക്കുന്ന ഒരു സമയമാണ്. കുളങ്ങളിലും അതേപോലെ തന്നെ ചെറിയ ചെറിയ തോടുകളിലുമൊക്കെ കുട്ടികളെ ഇറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. രക്ഷിതാക്കളെ നന്നായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ഭാഗവും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കുട്ടികളെ മുതിർന്നവർ നന്നായി ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. അവർ വീട്ടിലുണ്ടെന്ന് എല്ലാവരും ഉറപ്പുവരുത്തണം. വീട്ടിലിരുന്ന് കളിക്കുകയോ പഠിക്കുകയോ ചെയ്യട്ടെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് കെടുതികളും പ്രയാസങ്ങളും ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ നമുക്ക് കഴിയണം. ജോലിക്ക് പോവാൻ കഴിയാത്ത പല ആളുകളുണ്ടാവും. ഭക്ഷണത്തിന് വേണ്ടി മരുന്നിന് വേണ്ടിയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാകും. അവരെയൊക്കെ സഹായിക്കാൻ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ സാധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മതപരമായി നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ശരിയായ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും അധ്വാനവും പരിശ്രമവും കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഖുതുബകളിലൊക്കെ പല സന്ദർഭങ്ങളിലായി നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മദ്രസയുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി പറഞ്ഞിരുന്ന നന്നായി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർത്തുകൊണ്ടൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനും, നമ്മുടെ പള്ളിയുടെ ഏറ്റവും മുകളിലായി മദ്രസ സംവിധാനം വളരെ ഭംഗിയായി നടന്നു പോവാനുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. സീറ്റിട്ട് ശരിയായൊരു അവസ്ഥയുണ്ട്. അത് പൂർണ്ണമായും പൂർത്തിയാവണമെങ്കിൽ ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം രൂപ അതിലാവശ്യമുണ്ട്. അതിൽ ടൈലിന്റെ വർക്ക് നടക്കാനുണ്ട്. 8ഓളം ഫാനുകൾ അതിൽ ആവശ്യമുണ്ട്. വയറിംഗ് സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ ബെഞ്ചും ഡെസ്കൊക്കെ ശരിയാക്കേണ്ടതുണ്ട്. ഇത്തരം ഒരു സംവിധാനം നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു 1.5 ലക്ഷം രൂപയോളം അതിന് ചെലവ് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ട് ഞാൻ ഏറ്റെടുക്കാം, അല്ലെ ഇന്നൊരു ഭാഗം, ഒരു ഫാനിന്റെ പൈസ ഞാൻ തരാം, 2 എണ്ണത്തിന്റെ ഞാൻ തരാം, അല്ലെങ്കിൽ ഇത്ര ടൈലില്ലേ അതിന് ഇന്നത്ര ഭാഗം ഞാൻ തരാം എന്ന് പറഞ്ഞ് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് അതൊന്ന് മെനക്കെട്ടാൽ പ്രിയപ്പെട്ടവരെ വളരെ നിഷ്പ്രയാസം നമുക്കിത് പൂർത്തിയാക്കാൻ കഴിയും. ഒരു വേള നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് കിട്ടുന്ന വലിയൊരു സമ്പാദ്യമാണ്. ആ മദ്രസയിൽ ഇരുന്ന് പഠിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികൾ ഓതുന്ന ഖുർആനിന്റെ വചനങ്ങൾക്ക്, അതേപോലെ തന്നെ അവർ പഠിച്ച പ്രാർത്ഥനകൾക്ക്, അവർ ആ പ്രാർത്ഥന പഠിച്ച് ഇബാദത്തുകൾ പഠിച്ച് അവർ നിർവഹിക്കുന്ന ആരാധനകൾക്കൊക്കെ തുല്യമായ പ്രതിഫലം അതിന് സൗകര്യമൊരുക്കി കൊടുത്ത നമുക്കും കിട്ടും. അതുകൊണ്ട് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് അത് പൂർത്തിയാക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അത് പൂർത്തിയാക്കുവാനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കും. റബ്ബന തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.